ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വരുന്ന ഒരു ചരിത്രം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ മൂസ റളിയല്ലാഹു അൻഹു വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഒരു തവണ വിളിച്ചു, മറുപടിയില്ല. 2 തവണ വിളിച്ചു, വീട്ടിൽ മറുപടിയില്ല. 3-ാമത്തെ തവണ വിളിച്ചപ്പോഴും തിരികെ മറുപടിയില്ലാത്തത് കണ്ടപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ തുറക്കുന്നത്. അബൂ മൂസ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മാ ഹമലക അലാ മാ സനഅത, എന്തേ മടങ്ങിപ്പോകാൻ കാരണം? എന്നെ വിളിച്ച് ഞാൻ വരുന്നത് വരെ കാത്തു നിൽക്കാതെ മടങ്ങിപ്പോകാൻ എന്താ കാരണം? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു ഹദീസ് സമർപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഇസ്തിഅദാനു സലാത്ത്, അൽ ഇസ്തിഅദാനു സലാത്ത്, അനുമതി ചോദിക്കുക എന്നത് 3 തവണയാണ്. ഫഇൻ ഉദിന ലക വഇല്ല ഫർജ, നിനക്ക് അനുമതി കിട്ടിയാൽ നീ ആ വീട്ടിലേക്ക് പ്രവേശിക്കുക, ഇല്ലെങ്കിൽ നീ മടങ്ങി പോകണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയം വരെ ഇങ്ങനെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, അബൂ മൂസൽ അശ്അരി, നീ ഈ പറഞ്ഞതിന് തെളിവ് കൊണ്ടുവരണം, നീ ഈ പറഞ്ഞതിന് തെളിവ് കൊണ്ടുവരണം, സാക്ഷികളെ കൊണ്ടുവരണം, അല്ലാത്ത പക്ഷം നിനക്കെതിരെ ഞാൻ നടപടി സ്വീകരിക്കും എന്ന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. അബൂ മൂസ റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ അവിടെ നിന്ന് ഈ ഹദീസ് കേട്ടിട്ടുള്ള അബൂ സഅദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമർ, ഈ ഹദീസ് ഞാനും കേട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമം തോന്നി. ആ ഹദീസ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ ജോലി തിരക്കുകളിൽ അങ്ങാടിയിലേക്ക് പോയപ്പോഴായിരിക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടതുണ്ട്. അതിലൊന്ന്, അനുമതി ചോദിക്കുക എന്നത് 3 പ്രാവശ്യം മാത്രമാണ് എന്നതാണ്. അടുത്ത ഒരു പാഠം, മറുപടി ലഭിക്കാതിരുന്നാൽ വീണ്ടും അവിടെ നിൽക്കുകയല്ല, മറിച്ച് മടങ്ങി പോവുകയാണ് വേണ്ടത് എന്ന്. അതോടൊപ്പം ഹദീസ് സ്വീകരിക്കുന്നിടത്ത് സ്വഹാബികൾക്കിടയിലുണ്ടായിരുന്ന ജാഗ്രതയെ ഈ ഹദീസ്, ഈ ഒരു ചരിത്രം, ഈ ഒരു പാഠം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുന്നത്ത് ഉറപ്പുവരുത്താൻ കാണിച്ച വ്യഗ്രതയും ആ സുന്നത്ത് ഉറപ്പായപ്പോൾ അത് സ്വീകരിക്കാൻ കാണിച്ചൊരു മനസ്സും പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിൽ നിന്ന് പാഠമുണ്ട്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സുന്നത്തുകളും, എല്ലാ ചര്യകളും, എല്ലാ സംസാരങ്ങളും മുഴുവൻ സ്വഹാബിമാർക്കും ലഭിച്ചിരുന്നില്ല എന്നൊരു പാഠം കൂടി ഈ ഹദീസിലുണ്ട്. ഈ അവസാനത്തെ പാഠവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന വിഷയം. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരാറുള്ള ചില ചിന്തകളിലൊന്ന്, വിശുദ്ധ ഖുർആൻ ഒരു മാറ്റവുമില്ലാതെ 1400 വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ മുന്നിലുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന എല്ലാ ഹദീസുകളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ എന്നിട്ടും വിശ്വാസികൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്ത ആശയധാരകൾ രൂപപ്പെട്ടത് എങ്ങനെയാണ് വിശ്വാസികൾക്കിടയിൽ ഒരേ നാട്ടിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായത്? അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി പണി കഴിപ്പിച്ച മസ്ജിദുകളിൽ ചില മദ്ഹബുകളുടെ പേരിൽ എങ്ങനെയാണ് മസ്ജിദുകളെ വേർതിരിക്കപ്പെട്ടത്? ഏറ്റവും ചുരുങ്ങിയത് വിശ്വാസികൾ കൃത്യമായി പാലിക്കേണ്ടുന്ന, പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഇസ്ലാം കാര്യങ്ങളിൽ 2ാമത്തേതായ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ചില ഭിന്നതകൾ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ വ്യാപിച്ചത്? കൈകെട്ടുന്നിടത്ത്, ആമീൻ പറയുന്നിടത്ത്, അതേപോലെ നമസ്കാരത്തിൻ്റെതടക്കം വ്യത്യസ്ത മേഖലകളിൽ എണ്ണിപ്പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ 100 കണക്കിന് വ്യത്യാസങ്ങൾ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം സ്വഹാബിമാരായിരുന്ന ആളുകൾ അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച് പിന്നീട് അവിടെ കൂടുകയല്ല ഉണ്ടായത്. വളരെ വിശദമായ ആഴ്ചകൾക്ക് മുമ്പ് നാം സംസാരിച്ചിരുന്നു. അവർ പഠിച്ചിട്ടുള്ള പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് പ്രബോധന ദൗത്യവുമായി ഇറങ്ങിപ്പുറപ്പെടുന്ന സ്വഹാബികളെയാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അവർ കടന്നു ചെല്ലുന്ന പ്രദേശങ്ങളിൽ അവിടെ ചില മതപരമായ ചർച്ചകളും മറ്റും ഉണ്ടാകുമ്പോൾ അവർ പഠിച്ചിട്ടുള്ള, അവർ കേട്ടിട്ടുള്ള
അവർ മനസ്സിലാക്കിയിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് ആ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു പ്രദേശത്തുള്ള ഒരു സ്വഹാബിക്ക് കിട്ടിയിരുന്ന അറിവ് മറ്റൊരു സ്വഹാബിക്ക് കിട്ടിയിരുന്നില്ല. ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളോ അതല്ലെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വിളിച്ചു ചോദിക്കാനുള്ള സംവിധാനങ്ങളോ യാത്രാമാർഗങ്ങളോ അന്നുണ്ടായിരുന്നില്ല. ഈ തരത്തിൽ വ്യത്യസ്ത നാടുകളിലേക്ക് കടന്നു ചെല്ലുകയും മതപരമായ ചില വിഷയങ്ങളിൽ ചില വ്യത്യാസങ്ങൾ അവിടെ കണ്ടുവന്നിരുന്നു എന്നതാണ്. ആ ചർച്ചകളാണ് പിന്നീട് മദ്ഹബുകളായി മാറുന്നത്. ഇന്ന് നാം സംസാരിക്കുമ്പോൾ 4 മദ്ഹബുകളെ കുറിച്ച് നമുക്കറിയാം. ഹനഫി മദ്ഹബ്, ഇമാം ഷാഫിയുടെ മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഇന്ന് ലോകത്ത് പ്രധാനപ്പെട്ട 4 മദ്ഹബുകളാണ്. എന്നാൽ 10ഓളം മദ്ഹബുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. പിന്നീട് കാലക്രമേണ 4 മദ്ഹബുകളിലേക്ക് ചുരുങ്ങി വന്നു എന്നാണ്. ചോദ്യം പ്രസക്തമാണ്. വിശുദ്ധ ഖുർആൻ മാറ്റമില്ലാതെ തുടരുമ്പോൾ, അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കൃത്യമായി ലോകത്ത് നിലനിൽക്കെ എങ്ങനെയാണ് 4 തരത്തിലുള്ള മദ്ഹബുകൾ അല്ലെങ്കിൽ അതിലപ്പുറവും കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഉണ്ടായി വന്നത് എന്ന പ്രിയപ്പെട്ടവരെ ചില ചരിത്രങ്ങളിലേക്ക് മടങ്ങിപ്പോകണം. ഖുലഫാ ഉർ റാഷിദുകളുടെ കാലഘട്ടം, 4 ഖലീഫമാരുടെ കാലഘട്ടം, വിശദമായി പറഞ്ഞാൽ ഹിജറ 11 മുതൽ 40 വരെ, ഹിജറ 40 വരെ 4 ഖലീഫമാര് ഭരണം നടത്തുമ്പോൾ 3 ഖലീഫമാരുടെയും ഭരണകേന്ദ്രം മദീനയായിരുന്നു. 4ാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണസിരാ കേന്ദ്രം ഇറാഖിലെ കൂഫയിലേക്ക് മാറ്റുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഇസ്ലാം വളരെ വിശാലമായിട്ടുണ്ട്. ഷാം പ്രദേശങ്ങളിലേക്കും മറ്റുമൊക്കെ ഇസ്ലാം വ്യാപിച്ചു. അങ്ങനെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു നില എന്നുള്ള നിലക്ക് അവിടെ കൂഫ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കിടയിൽ വല്ല പ്രയാസവും അല്ലെങ്കിൽ മതപരമായ വിഷയത്തിൽ വല്ല അഭിപ്രായ ഭിന്നതയും വന്നാൽ നേർക്കുനേരെ സ്വഹാബിമാരെ കണ്ട് ആ സംശയം ദൂരീകരിക്കുവാനുള്ള സാഹചര്യം ആ കാലഘട്ടത്തിലുണ്ട്. പിന്നീട് കാലഘട്ടം മാറുമ്പോൾ അമവി കാലഘട്ടം വരുന്നു, അല്ലെങ്കിൽ ഉമവി കാലഘട്ടം വരുന്നു. ഹിജറ 41 മുതൽ ഹിജറ 132 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഈ ഖലീഫയുടെ ഇസ്ലാമിക ലോകത്തിന്റെ തലസ്ഥാനം ഇന്നത്തെ സിറിയയിലെ ദമസ്കസിലേക്ക് മാറുന്നുണ്ട്. ആ സമയമാവുമ്പോഴേക്കും ഒരുപാട് ഇസ്ലാമിക ലോകം വളരെ വിശാലത പ്രാപിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇമാം അബൂ ഹനീഫ ജനിക്കുന്നത്. ഹിജറ 80. ഇമാം അബൂ ഹനീഫ ജനിക്കുന്നത് ഈ അമവി ഭരണകാലഘട്ടത്തിലാണ്. അദ്ദേഹം താമസിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ 52 വർഷക്കാലയളവും അദ്ദേഹം അവിടെ ഇറാഖിലാണ് താമസിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഇമാം മാലിക് റഹിമഹുല്ല ജനിക്കുന്നത്. അദ്ദേഹം ജീവിച്ചതാവട്ടെ മദീനയിലായിരുന്നു. അങ്ങനെ അമവി കാലഘട്ടത്തിന് ശേഷം പിന്നീട് അബ്ബാസി ഭരണകൂടം വരുന്നുണ്ട്. അബ്ബാസി ഭരണകൂടം വരുന്നത് ഹിജറ 132 മുതൽ ഹിജറ 656 വരെ സുദീർഘമായ നൂറ്റാണ്ടുകളുള്ള ഒരു അബ്ബാസി ഒരു കാലയളവാണ് വരുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ആശറു ദഹബി, സുവർണ കാലഘട്ടം എന്ന് രേഖപ്പെടുത്തിയ ശാസ്ത്ര മേഖലകളിലാണെങ്കിലും അതല്ലാത്ത വൈജ്ഞാനിക രംഗങ്ങളിലാണെങ്കിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ അബ്ബാസി കാലഘട്ടത്തിൽ അവരുടെ ഭരണകേന്ദ്രം എന്നത് ബഗ്ദാദായിരുന്നു. ഇറാഖിലെ ബാഗ്ദാദിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലാണ് അബ്ബാസി ഭരണകൂടം നിലവിലുള്ള സമയത്ത് നാം സൂചിപ്പിച്ചതുപോലെ അമവി കാലഘട്ടത്തിൽ ജനിച്ച ഇമാം അബൂ ഹനീഫ മരണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലയുടെ മരണം സംഭവിക്കുന്നത് ഈ കാലയളവിലാണ്. എന്നാൽ പിന്നീടുള്ള 2 ഇമാമുമാരുടെയും ജനനം, ഇമാം ഷാഫി റഹിമഹുല്ല ഹിജറ 150 ജനിക്കുന്നുണ്ട് അബ്ബാസി ഭരണകാലഘട്ടത്തിൽ. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഹിജറ 164 ജനിക്കുന്നത്. ഞാൻ ഇങ്ങനെ വളരെ വിശദമായിട്ട് ഈ ചരിത്രം പറയുന്നത് എന്തുകൊണ്ട് മദ്ഹബുകൾ ഉണ്ടായി, എങ്ങനെയാണ് ഈ മദ്ഹബുകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, വർഷങ്ങൾക്കിപ്പുറം, പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ന് മുസ്ലിം ലോകത്ത് നിൽക്കുന്ന നാം സ്വീകരിക്കേണ്ടുന്ന മദ്ഹബുകൾ എന്തൊക്കെയാണ്, ഏത് രൂപത്തിൽ എന്നു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വളരെ വിശദമായി ചരിത്രത്തിലൂടെ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ, ഇമാമുമാരൊക്കെയുള്ള കാലയളവിൽ അവരേതെങ്കിലും ഒരു മദ്ഹബിന്റെ പിറകെ പോവുകയായിരുന്നില്ല. ഉദാഹരണത്തിന് മക്കയിൽ ഉള്ള ഒരാൾ, അയാൾക്ക് മതപരമായ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായാൽ ആ നാട്ടിലുള്ള ഒരു പണ്ഡിതന്റെ അടുത്ത് ചെല്ലുന്നു. അയാൾ ഒരു യാത്രക്ക് പോയി പിന്നീട് ഇറാഖിൽ എത്തുമ്പോഴാണ് മറ്റൊരു സംശയം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇറാഖിൽ ആരാണോ അന്ന് പണ്ഡിതന്മാരായിട്ടുള്ളത് അവരോട് ചോദിക്കുന്നു. ഒരുപക്ഷെ മക്കയിൽ നിന്ന് കിട്ടിയ മറുപടിയും ഇറാഖിൽ നിന്ന് കിട്ടിയ മറുപടിയും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാലും ഞാൻ മക്കയിലെ ഇന്ന ഷെയ്ഖിന്റെ ആളാണ്, അതുകൊണ്ട് നിങ്ങളുടേത് ഞാൻ സ്വീകരിക്കില്ല എന്നായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ എന്തെങ്കിലും ഒരു കടുംപിടുത്തം ഉണ്ടായിരുന്നില്ല. ആരാണോ പണ്ഡിതന്മാരായിട്ടുള്ളത് അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹദീസുകൾ ക്രോഡീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ കാലയളവിൽ ഇമാം അബൂ ഹനീഫയാവട്ടെ, ഇമാം മാലിക് റഹിമഹുല്ലയാവട്ടെ, ഇമാം ഷാഫി റഹിമഹുല്ലയാവട്ടെ,
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയാവട്ടെ, അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന നിലയ്ക്ക് നമുക്ക് എത്രയോ ഹദീസ് ഗ്രന്ഥങ്ങളുടെ പേര് പറയാൻ കഴിയും. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയെ കുറിച്ചും അതേപോലെ സ്വഹീഹ് മുസ്ലിമിനെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടറിവുണ്ട്. ഇതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇമാം ബുഖാരി പ്രിയപ്പെട്ടവരെ ജനിക്കുന്നത് പോലും ഹിജ്റ 194 അബ്ബാസി കാലയളവിൽ തന്നെയാണ്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് മദ്ഹബിന്റെ നേതാക്കൾ, അതിന്റെ അമീറുമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇമാം ബുഖാരി ജനിക്കുന്നത് തന്നെ ഹിജ്റ 194 ഇമാം മുസ്ലിം ജനിക്കുന്നത് ഹിജ്റ 204 എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റഹിമഹുള്ള മരിക്കുന്ന വഫാത്താകുന്ന വർഷമാണ് ഇമാം മുസ്ലിം ജനിക്കുന്നത് എന്നാണ്. ഞാനിതിങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുന്നത് അവർ തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇമാം മുസ്ലിം ജനിക്കുന്ന വർഷമാണ് ഇമാം ഷാഫി റഹിമഹുള്ള മരണപ്പെടുന്നത്. എന്നാൽ ആവട്ടെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ഇമാം മുസ്ലിമിന്റെയും ഇമാം ബുഖാരിയുടെയും ഉസ്താദായിട്ട് അവിടെയുണ്ട്. പലപ്പോഴും ഹദീസുകളിൽ നമ്മൾ അഹ്മദ് എന്ന് പറഞ്ഞ നമ്പർ കാണാറുണ്ട്. അത് ഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ പേരിലുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 3 വസ്തുതകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഹദീസ് ക്രോഡീകരണം നടക്കുന്നത് ഈ ഇമാമുമാരൊക്കെ ഉണ്ടായതിനു ശേഷമാണ്. അതിലൊന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഇമാമുമാർക്കും എല്ലാ ഹദീസും കിട്ടിയിരുന്നില്ല എന്നാണ്. ഇതിനാണ് തുടക്കത്തിൽ നമ്മൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എടുത്തു ഉദ്ധരിച്ചത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലും ചില ഹദീസുകൾ കിട്ടിയിരുന്നില്ല. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എത്രയോ സന്ദർഭങ്ങളിൽ ഒരിക്കൽ കാറ്റടിക്കുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് സ്വഹാബാക്കളോട്, കാറ്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പ്രവാചകരിൽ നിന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് വളരെ പിറകിലുള്ള ഒരു സ്വഹാബി മുന്നോട്ട് വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റ് വീശുന്ന സമയത്ത് പ്രാർത്ഥന ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു യാത്രയിൽ പ്ലേഗുമായി ബന്ധപ്പെട്ട് ഇനി കടന്നു ചെല്ലാൻ പോകുന്ന നാട്ടിൽ പ്ലേഗ് ഉണ്ട്, അവിടെ എന്ത് ചെയ്യുമെന്നൊരു സംശയം ഉണ്ടായപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഒരു നാട്ടിൽ പ്ലേഗ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ല. പ്ലേഗ് ബാധിച്ചൊരു നാട്ടിൽ നിന്ന് പിന്നീട് പ്ലേഗ് ഇല്ലാത്തൊരു നാട്ടിലേക്ക് കടന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാം തുടക്കത്തിൽ സൂചിപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. അപ്പോ ഇമാം മുസ്ലിം ജനിക്കുന്നത് 204 എന്ന് പറയുമ്പോൾ ഇമാം ഷാഫി റഹിമഹുള്ള ഹിജ്റ 204 മരിക്കുന്നത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുതകളിൽ ഒന്ന്, എല്ലാ ഹദീസുകളും എല്ലാ ഇമാമുമാർക്കും കിട്ടിയിരുന്നില്ല എന്നതാണ്. രണ്ടാമത്തത്, തെറ്റുകൾ സ്വാഭാവികമാണ്. തെറ്റുകൾ സ്വാഭാവികമാണ്. ഇമാമുമാർക്ക് തെറ്റുപറ്റാം, അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല. സ്വാഭാവികമായിട്ടും ചില ഹദീസുകൾ കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന തെറ്റുകൾ, ചില ദുർബലമായ ഹദീസുകളുടെ വിഷയത്തിൽ ചില മദ്ഹബുകളിലൊക്കെ ചില കർമ്മശാസ്ത്ര മേഖലകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തത്, ഇമാമുമാരുടെ ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥത നമ്മൾ മനസ്സിലാക്കണം. 4 മദ്ഹബിന്റെ ഇമാമുമാരെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഇങ്ങനെയാണ്, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. മനസ്സിരുത്തി വായിക്കണം നമ്മൾ, മനസ്സിരുത്തി മനസ്സിലാക്കണം നമ്മൾ. ഇദാ സഹൽ ഹദീസ്, ഒരു ഹദീസ് സ്വഹീഹായി വന്നാൽ ഫഹുവ മദ്ഹബി, അതാണ് എന്റെ നിലപാട്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ഒരു മാർഗം, വഴി എന്നൊക്കെ അർത്ഥം. ഒരു ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എന്റെ നിലപാട്. ഇമാം അബൂ ഹനീഫ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. അതേപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നുണ്ട്, ഇന്നമാ അന ബശറുൻ ഉഖ്തിഉ വഉസീബു, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് അബദ്ധങ്ങൾ പറ്റും. ഫൻദുറൂ ഫീ റഅയി ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്ന, നിങ്ങൾ എന്റെ അഭിപ്രായങ്ങളിലേക്ക് നോക്കുക, എന്നിട്ട് കിതാബും സുന്നത്തുമായി വെച്ച് നോക്കുക. കിതാബും സുന്നത്തും ആണോ ശരിയെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കണമെന്ന് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത് കാണാൻ കഴിയും. ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞത്, ഇദാ വജത്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ലാഹ്, നിങ്ങൾ എന്റെ ഗ്രന്ഥങ്ങളിൽ പ്രവാചക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഫഖൂലൂ ബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഉ മാ ഖുൽതു, സുന്നത്തിലുള്ളതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ വെടിയുക. ഇത് പറഞ്ഞിരിക്കുന്നത് ഇമാം ഷാഫി റഹിമഹുള്ളയാണ്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞത് ഇങ്ങനെയാണ്, ലാ തുഖല്ലിദിനി, നിങ്ങൾ എന്നെ അന്ധമായി അനുകരിക്കരുത്, നിങ്ങൾ അന്ധമായി എന്നെ അനുകരിക്കരുത്. വലാ തുഖല്ലിദ് മാലിക്കൻ, ഇമാം മാലിക്കനെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. വല ഷാഫിഈ, ഷാഫിഈയെയും ഷാഫി റഹിമഹുള്ളയെയും നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. വലൽ ഔസാഇ വല സൗരി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റു ചില മദ്ഹബുകളാണ് ഔസാഇ മദ്ഹബ്, സൗരി, ഇവരെ ഒന്നുമല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വഖുദു മിൻ ഹൈസു അഖദൂ, അവരെവിടെ നിന്ന് സ്വീകരിച്ചോ അവിടെ നിന്ന് സ്വീകരിക്കുക, സുന്നത്തിൽ നിന്ന് സ്വീകരിക്കുക. ഈ ഇമാമുമാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അന്ധമായ തെഖ്ലീദ് പാടില്ല. പലപ്പോഴും തെഖ്ലീദ് ഉണ്ടാകാറുണ്ട് നാട്ടിൽ, അന്ധമായ അനുകരണം ഉണ്ടാകാറുണ്ട്. അത് ഇന്ന ഇമാം പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്നൊരു മാറ്റവുമില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിലുള്ള ചില പ്രശ്നങ്ങളിൽ ഒന്ന്, ഇമാമുമാരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്ങനെ? ഞാൻ പറഞ്ഞതേ നിങ്ങൾ കേൾക്കാവൂ
എന്നാലേ സ്വർഗം കിട്ടൂ എന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇമാമുമാരെല്ലാം പറഞ്ഞത് ഓരോ ഇമാമിനെയും എടുത്ത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും പറഞ്ഞത് ഹദീസ് സ്വഹീഹായി വന്നോ എങ്കിൽ അതാണ് എൻ്റെ മദ്ഹബ് എന്നാണ്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത ഒരാളുടെ വാക്കും പൂർണ്ണമായി ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അത് ഏത് മിമ്പറിൽ നിന്ന് കേട്ടാലും കേട്ട കാര്യം പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട്. അത് ഏത് പുസ്തകത്തിൽ പറഞ്ഞാലും, ഏത് ഷെയ്ഖ് പറഞ്ഞാലും, ഏത് നേതാവ് പറഞ്ഞാലും അത് അപ്പടി വിഴുങ്ങലല്ല വിശ്വാസി എന്നാണ്. അത് പ്രാമാണികമായി ശരിയാണോ എന്ന് ഒത്തുനോക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്. മാത്രമല്ല, ഒരു മദ്ഹബ് സ്വീകരിച്ചാൽ ചില സുന്നത്തുകളെ മാറ്റി നിർത്തേണ്ടി വരും. ചില മദ്ഹബുകൾ സ്വീകരിച്ചാൽ ചില സുന്നത്തുകളെ മാറ്റി നിർത്തേണ്ടി വരും. എനിക്ക് ഉറപ്പുണ്ട്, ഈ സംസാരം കേൾക്കുന്നവരിൽ വ്യത്യസ്ത മദ്ഹബി ആശയധാരയിലുള്ള ആളുകളുണ്ട്. അവർക്ക് പ്രയാസമുണ്ടാകാൻ വേണ്ടി പറയല്ല, അവരെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല, എന്തെങ്കിലും തരത്തിൽ ആരെയെങ്കിലും കൊച്ചാക്കി കാണിക്കാനോ ഇകഴ്ത്തി കാണിക്കാനോ വേണ്ടി പറയുകയല്ല. പ്രിയപ്പെട്ടവരെ, ഹനഫി മദ്ഹബിന്റെ ഒരു ആചാരത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ എന്ന് ഉച്ചത്തിൽ പറയാറില്ല. പലപ്പോഴും നമ്മുടെ ഈ ഒരു പ്രദേശത്തൊക്കെ ഷാഫി മദ്ഹബാണ് ഉണ്ടാവുക. തെക്കൻ നാടുകളിലേക്ക്, നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയാൽ വലദ്വാലീൻ എന്ന് പറഞ്ഞാൽ ആമീൻ എന്ന് ഉച്ചത്തിൽ പറയാറില്ല. നമ്മൾ ചിലപ്പോൾ അറിയാതെ ആമീൻ എന്ന് പറഞ്ഞു പോകാറുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നാം പറയുന്ന ആമീൻ എന്നതും ആ സമയത്ത് മലക്കുകളുടെ ആമീനും ഒരുമിച്ച് വന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ 780 നമ്പർ ഹദീസാണ്. ഇത് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലക്ക് അന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ മദ്ഹബ് ആ രൂപത്തിലായത്. അതേപോലെ തന്നെ ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞാൽ, മാലിക്കി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവർ പലപ്പോഴും നമസ്കാരത്തിൽ കൈകൾ കെട്ടാറില്ല, അല്ലെങ്കിൽ താഴ്ത്തിയിടും, അല്ലെങ്കിൽ ഏറ്റവും അവസാന ഭാഗത്ത് കൈ ചേർത്ത് വെക്കും. ഇന്ന് കാണുന്ന രൂപത്തിൽ നെഞ്ചത്തോ മറ്റോ കൈകൾ വെക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ കൃത്യമായിട്ട് ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ 740 ഹദീസായി നമുക്ക് കാണാൻ കഴിയുന്നത് വലത് കൈ ഇടത് കൈയിന്റെ മുഴം കൈയിന്റെ മുകളിൽ വെച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. മാലിക്കി മദ്ഹബ് മാത്രം സ്വീകരിക്കുന്ന ഒരാൾക്ക് ആ സുന്നത്ത് കിട്ടൂല. പ്രിയപ്പെട്ടവരെ, ഇമാം ഷാഫി റഹിമഹുല്ല പറയുന്നുണ്ട്, ആളുകൾ പെരുന്നാൾ നമസ്കാരം പള്ളികളിൽ വെച്ചേ നമസ്കരിക്കാവുന്നു. ഷാഫി മദ്ഹബിന്റെ ഒരു നിലപാടാണ്. പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ചേ നമസ്കരിക്കാവൂ എന്ന ചർച്ചയുണ്ട് എന്നതാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായ ഹദീസുകളിൽ സ്വഹീഹുൽ ബുഖാരിയിലെ 956 ഹദീസായി രേഖപ്പെടുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്ർ ആവട്ടെ ഈദുൽ അദ്ഹ ആവട്ടെ പള്ളിയിലായിരുന്നില്ല നമസ്കരിച്ചിരുന്നത്. അതിന് വളരെ കൃത്യമായിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇമാം ഷാഫി റഹിമഹുല്ല പറയുകയുണ്ടായി, 2 പെരുന്നാളിനും പുരുഷന്മാരും സ്ത്രീകളും ഈദ്ഗാഹിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് പോകണമെന്ന ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ഷാഫി റഹിമഹുല്ല കാണുന്നുണ്ട്. പക്ഷെ ഇമാം ഷാഫി റഹിമഹുല്ല ആ ഹദീസിനെ കുറിച്ച് ധരിച്ചു വെച്ചത് അത് ശരിയല്ല എന്നാണ്, അത് ദുർബലമാണ് എന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവിടുന്ന് പറയുന്നുണ്ട്, ഫഇൻ കാന സാബിതൻ ഖുൽതു ബിഹി, അത് ഉറപ്പുള്ള സ്വഹീഹായ ഹദീസാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയായിരുന്നു. ഏത്? ഈദ്ഗാഹിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും കൊണ്ടുപോകുന്ന ഹദീസ്. ഇമാം ഷാഫി റഹിമഹുല്ല വഫാത്തായി, ഹിജറ 204 വഫാത്തായി. പിന്നീട് നമുക്ക് കാണാൻ കഴിയും സ്വഹീഹ് മുസ്ലിമിലെ ഇമാം മുസ്ലിം തന്റെ ആ വലിയ പരിശ്രമത്തിലൂടെ ഒരുപാട് ഹദീസുകൾ ക്രോഡീകരിച്ച സ്വഹീഹായ ഹദീസുകളിൽ അതിൽ രേഖപ്പെടുത്തി 890 ഹദീസായി രേഖപ്പെടുത്തി. അത് മെൻസസ് ഉള്ള സ്ത്രീകളാണെങ്കിലും അതേപോലെ യുവതികളാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഈദ്ഗാഹിലേക്ക് അവരെ കൊണ്ടുവരണം. വസ്ത്രം കടം കൊടുത്തിട്ടാണെങ്കിലും അവരെ കൊണ്ടുവരണം. അവർ നമസ്കരിക്കേണ്ടതില്ല, നമസ്കരിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ നമസ്കരിക്കേണ്ടതില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ സന്തോഷത്തിൽ അവർക്ക് പങ്കാളികളാവാം എന്ന് സ്വഹീഹ് മുസ്ലിമിലെയും സ്വഹീഹുൽ ബുഖാരിയിലെ 981, സ്വഹീഹ് മുസ്ലിമിലെ 890 ഹദീസ് സ്വഹീഹായി വന്നു. ഇമാം ഷാഫി റഹിമഹുല്ല ഈ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും കാലഘട്ടത്തിൽ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഹദീസ് സ്വീകരിക്കുമായിരുന്നു എന്നാണ്. ഇതാണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത്. മാത്രമല്ല, ഇമാം ഷാഫി റഹിമഹുല്ലയുടെ കർമ്മശാസ്ത്ര വിധികളെ കുറിച്ച് 2 തരത്തിൽ ഉണ്ട്. ഒന്ന് ഖദീമായ ഖൗല്, പഴയ ഖൗല്, ജദീദായ ഖൗല്. ഇമാം ഷാഫി റഹിമഹുല്ല ഇറാഖിലായിരുന്ന കാലഘട്ടത്തിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അൽ ഹുജ്ജ. ഞാനിതൊക്കെ ഓരോന്നും പറയുന്നത് നമ്മളിത് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട്. അൽ ഹുജ്ജ എന്ന ഗ്രന്ഥത്തിൽ ഇറാഖിലായിരിക്കെ അദ്ദേഹം രചിച്ച ഒരുപാട് കർമ്മശാസ്ത്ര വിധികളുണ്ട്. ഇദ്ദേഹം പിന്നീട് ജീവിതത്തിന്റെ അവസാന സമയത്ത് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. ഈജിപ്തിലേക്ക് എത്തിയിട്ട് പല കാര്യങ്ങളും മാറ്റി, ഇറാഖിൽ നിന്ന് പറഞ്ഞ പലതും മാറ്റി. കാരണം അവിടെ വെച്ച് സ്വഹീഹായ ഹദീസുകൾ കിട്ടി. അങ്ങനെ ഇമാം ഷാഫി റഹിമഹുല്ലക്ക് ജദീദായ ഖൗലുണ്ടായി, പുതിയ ഖൗല് ഉണ്ടായി. അൽ ഉമ്മ് എന്ന അദ്ദേഹത്തിന്റെ അവിടുത്തെ ഗ്രന്ഥത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഉദാഹരണം, ഷാഫി മദ്ഹബിലെ ഷാഫി ഇമാമിന്റെ പഴയ ഖൗലായിരുന്നു, വുളു ചെയ്ത ശേഷം ഒരാൾ നഖം വെട്ടുകയോ മുടി മുറിക്കുകയോ ചെയ്താൽ അവന്റെ വുളു നഷ്ടപ്പെടും. ഇത് പഴയ ഖൗല. ഷാഫി റഹിമഹുല്ലക്ക് ഈജിപ്തിലേക്ക് എത്തിയപ്പോൾ അതിന്റെ സ്വഹീഹായ ഹദീസ് കിട്ടി. അവിടുന്ന് പറഞ്ഞു, നഖം വെട്ടി വുളു എടുത്തതിന് ശേഷം നഖം വെട്ടിയാലോ മുടി മുറിച്ചാലോ ഒന്നും
വുളു മുറിയുകയില്ല എന്ന് പറഞ്ഞാൽ ഖദീമായ കൗലും ജദീദായ കൗലും ഉണ്ട് എന്ന് സാരം. മാത്രമല്ല ഇങ്ങനെ ഇമാം ഷാഫി റഹിമഹുല്ലക്ക് ഖദീമായ കൗല്, പഴയ കൗലും പുതിയ കൗലും ഉണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് ഷാഫി പണ്ഡിതന്മാരായ ഇമാം നബവിയെ പോലെയുള്ള ആളുകൾ പിന്നീട് എന്ത് ചെയ്തു വന്നോ, 14 മുതൽ 20ഓളം വിഷയങ്ങളിൽ ഇമാം ഷാഫി റഹിമഹുല്ല തിരുത്തിയല്ലോ. ചിലത് നമ്മൾ പറഞ്ഞതുപോലെ തിരുത്തിയല്ലോ, ഖദീമായത് പുതിയത് തിരുത്തി, ഇത് മാറ്റി എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിക്ക് പുതിയ കൗലിൽ ആ തെറ്റുപറ്റിയത് പഴയതായിരുന്നു ശരി. 14 മുതൽ 20ഓളം വിഷയങ്ങളിൽ ഇമാം നബവിയെ പോലെയുള്ള പണ്ഡിതന്മാർ തിരുത്തുന്നുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ല രണ്ടാമത് പറഞ്ഞതാണ് പിഴച്ചുപോയത്, ഒന്നാമത് പറഞ്ഞതാണ് ഖദീമായതാ സ്വീകരിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം സ്വഹീഹായ ഹദീസുകളായിരുന്നു എല്ലാ മദ്ഹബിന്റെയും ആളുകൾ ഇമാമുമാര് സ്വീകരിച്ചിരുന്നത് എന്നാണ്. ഇമാം ഷാഫി ആവട്ടെ, മറ്റുള്ള മദ്ഹബിന്റെ പ്രയോക്താക്കളാവട്ടെ, എല്ലാവരും സ്വീകരിച്ചിരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ ക്രോഡീകരിച്ചു. ഹദീസ് നിദാന ശാസ്ത്രം എന്ന പേരിൽ ഒരു ഹദീസ് എങ്ങനെ സ്വീകരിക്കുമെന്നതിന് വലിയ ഒരു ശാസ്ത്ര മേഖലയുണ്ടായി. ഫിഖ് ഗ്രന്ഥങ്ങളുണ്ടായി. ഫിഖ് എന്ന ഒരു കർമ്മ രേഖ ലോകത്ത് നിലവിൽ വന്നു. ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. ആ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ നമ്മുടെ വിരൽത്തുമ്പുകളിൽ നമുക്ക് വായിക്കാവുന്ന തരത്തിൽ ഇന്ന് സജ്ജീകരിക്കപ്പെട്ടു. ഇത്രയും സംവിധാനങ്ങൾ മാറുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് മദ്ഹബിന്റെ ഇമാമുമാരെ തള്ളിക്കളയണമെന്നാണ്. ഇമാം ഷാഫിക്ക് തെറ്റുപറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫക്ക് ചില വിഷയങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. മാലിക് റഹിമത്തുള്ളയുടെയും മുഹമ്മദ് ബിൻ ഹംബൽ റഹിമത്തുള്ളയുടെ ഒക്കെ പറഞ്ഞു. ഇവരെ തള്ളിക്കളയണമെന്നാണ്. അല്ല, ഒരു വിശ്വാസി തള്ളിക്കളയില്ല, ഒരു ഇമാമിനെയും തള്ളിക്കളയില്ല. അവർക്ക് അന്ന് ലഭ്യമായിരുന്ന സോഴ്സുകൾ വെച്ച് അവർ സ്വീകരിച്ചിരുന്ന ഇജ്തിഹാദ് നടത്തിയ വിഷയമാണ്. ഇജ്തിഹാദ് നടത്താൻ ഒരു പണ്ഡിതന് കഴിയും. ആ ഇജ്തിഹാദ് നടത്തി അത് ശരിയായാൽ 2 കൂലിയുണ്ട്. ആ ഇജ്തിഹാദിൽ ചില തെറ്റുകൾ സംഭവിച്ചാൽ പോലും ഒരു കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സാധാരണക്കാരനായ ഒരാൾ, അതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഹദീസ് സ്വഹീഹാണോ വഈഫാണോ എന്ന് അറിയാൻ ആ ഹദീസിന്റെ ഒരു ഭാഗം കിട്ടി സെർച്ച് ചെയ്താല്, അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തെ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട്, അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇസ്ലാമിലെ ഒരു സംശയം വരുമ്പോൾ നേരെ അത് ഇന്റർനെറ്റിൽ കഴിയുന്ന ഭാഷയിലൊക്കെ സെർച്ച് ചെയ്ത് ആദ്യം കിട്ടുന്ന വെബ്സൈറ്റിൽ നോക്കി അത് ഹലാലാണ്, അത് ഹറാമാണ്, അത് തെറ്റാണ്, അത് കറാഹത്താണ് എന്ന് പറഞ്ഞുകൂടാന്ന്. നമ്മൾ അവിടെ ചെയ്യേണ്ടത് തരെ പഠിച്ച ആളുകളോട് ചോദിക്കാം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. അത് ഏറ്റവും നേർക്കുനേരെ ചോദിക്കാം, വിളിച്ചു ചോദിക്കാം. ഇതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിലോ ഇന്റർനെറ്റിൽ നോക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിധി ആ വിഷയത്തിലുള്ളത് എന്നുകൂടി പരിശോധിക്കാൻ കഴിയണം. ChatGPT ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇങ്ങനെ സംശയം ചോദിച്ച് അതിന്റെ ഉത്തരം കിട്ടുമ്പോൾ അത് കിട്ടി, ഇതാണ് അതിലെ ഇസ്ലാമിക വിധി എന്ന് മനസ്സിലാക്കരുത് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ ചോദ്യം ബാക്കിയുണ്ട്. സാധാരണക്കാരെന്ത് ചെയ്യും? മദ്ഹബുകൾ ഇന്നും 4 നിലവിലുണ്ട്. സാധാരണക്കാർ ഇനി എന്ത് ചെയ്യുന്ന? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്കുക എന്നാണ്. ദീനീ വിഷയങ്ങൾ പഠിക്കാനുള്ള സംവിധാനതാണ്. നമ്മൾ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അതേ സംവിധാനമുള്ള പണ്ഡിതന്മാരെടുത്ത് ചെല്ലും. അത് മക്കയിലുള്ള പണ്ഡിതന് കിട്ടിയത് ഇറാഖിലുള്ള പണ്ഡിതന് കിട്ടിയിട്ടുണ്ടാവില്ല, കൂഫയിലുള്ള ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്ന് സംവിധാനങ്ങളുണ്ട് നേർക്കുനേരെ ചോദിക്കാൻ. ആ പണ്ഡിതൻ ആ വിഷയത്തിൽ അറിയില്ലെങ്കിൽ വിളിച്ചു ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ സംവിധാനമുണ്ട്. മാത്രമല്ല, ഭിന്നിക്കരുത് എന്നാ പറഞ്ഞു. പലപ്പോഴും ഈ മദ്ഹബിന്റെ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഹദീസുണ്ട്, ഹദീസായി പ്രചരിച്ചൊരു സാധനമുണ്ട്, ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ. ഈ ഉമ്മത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഹദീസിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ദുർബലമായ റിപ്പോർട്ട് പോലും ആ വിഷയത്തിലില്ല. കെട്ടിച്ചമച്ചൊരു വിഷയമാണ് ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ. ചിലരൊക്കെ ഇങ്ങനെ വലിയ ആവേശത്തോടു കൂടി പറയാറുണ്ട്, ഈ ഉമ്മത്തിലെ അഭിപ്രായ ഭിന്നത എന്ന് പറഞ്ഞ റഹ്മത്താണ്. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല അങ്ങനെ. മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്തറിയോ? വലാ തനാസഊ എന്നാണ്. നിങ്ങൾ ഭിന്നിക്കരുത് കേട്ടോ എന്നാണ്. നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നാണ്. നിങ്ങൾ ഭിന്നിച്ചു പോയാൽ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങളുടെ കാറ്റു പോകുന്ന വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്ത് അൻഫാലിലെ 46-ാമത്തെ ആയത്തെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. മാത്രമല്ല സൂറത്ത് ആൽ ഇംറാനിലെ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പാശത്തിൽ കയറിൽ എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മ. ഈ ഉമ്മത്തിൽ കുറെ ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, അതൊക്കെ കാരുണ്യാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകും. ചിലരുടെ നിസ്കാരം എങ്ങനെ ആവും, ചിലരുടേത് അങ്ങനെയാകും എന്നൊന്നുമല്ല. അതിൽ സ്വഹീഹായിട്ട് എന്താണ്,
അതിൽ ഖുർആനിനോട് യോജിക്കുന്നത് എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നത് എന്താണ് എന്ന് പരിശോധിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് കൂടി ചേർത്ത് വെക്കട്ടെ. ഫഇന്നഹു മൻ യഅ്ശ മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കതീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരുപാട് ഇഖ്തിലാഫുകൾ, അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ എന്റെ സുന്നത്തിലേക്ക്, അതേപോലെ നേർവഴിയിലായ സച്ചരിതരായ ഖലീഫമാരുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, ആ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദൂ അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അണപ്പല്ല് കൊണ്ടാണെങ്കിലും അത് കടിച്ചു പിടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അന്ധമായ ഒരു തഖ്ലീദ് പ്രിയപ്പെട്ടവരെ ഇല്ല. ഏതെങ്കിലും മദ്ഹബിന്റെ ആളുകളെ മോശക്കാരാക്കാനോ അത് അവരെ താറടിച്ചു കാണിക്കാനോ അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയോ സംസാരിച്ചതല്ല. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനാണ്, അത് തിരുസുന്നത്താണ്. ഇജ്മാഉം ഖിയാസും കൂടെയുണ്ട്. ഒരു ഹദീസ് ഒരു വിഷയത്തിൽ സ്വഹീഹാണോ എന്നറിയാൻ പ്രിയപ്പെട്ടവരെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി യഥാർത്ഥ സ്വഹീഹായ ഹദീസിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും ആളുകളായി മാറുമ്പോഴാണ് യഥാർത്ഥ മുത്തഖികളായി മാറാൻ കഴിയുക, യഥാർത്ഥ വിശ്വാസിയായി മാറാൻ കഴിയുക. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.